ക്യാമറയിൽ കുടുങ്ങി മുഖ്യമന്ത്രിയും. മുഖ്യമന്ത്രിയുടെ കാറിന് മോട്ടോർ വാഹന വകുപ്പ് 500 രൂപ പിഴയിട്ടു. നവകേരള സദസ്സിനിടയിലെ യാത്രയിൽ ഗൺമാൻ അനിൽകുമാർ സീറ്റ് ബെൽറ്റ് ഇടാതെ നിയമം ലംഘിച്ചതാണ് പിടികൂടിയത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. CG അരുൺ സിംഗ് ചേരുകയാണ്. അരുൺ, ക്യാമറ ആയതുകൊണ്ട് മാത്രം പിടികൂടപ്പെട്ടതാണ്. അനിൽകുമാർ ആണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ കണ്ടതാണ്. ഈ നിയമത്തോട് ചേർന്ന് പോകാൻ സാധ്യതയുണ്ടോ? ഈ പിഴ അടയ്ക്കാൻ സാധ്യതയുണ്ടോ? നോക്കിയിരുന്നോ? അതാണ് തെക്ക്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. കൗതുകമുള്ള ഒരു കാര്യം, അല്പം അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ വെച്ച ക്യാമറ അല്ലെങ്കിൽ നിയമം പാലിക്കണമെന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ആ ക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകം നൽകുന്ന കാര്യം. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി നവകേരള സദസ്സിനിടെ ഇടുക്കിയിലൂടെയുള്ള യാത്ര, ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി കുട്ടിക്കാനം മുണ്ടക്ക റോഡിൽ സഞ്ചരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന മുൻസീറ്റ് യാത്രക്കാരൻ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത്. അത് കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. പക്ഷേ ക്യാമറയിൽ പതിയുമ്പോൾ തന്നെ ആ കൺട്രോൾ റൂമിലിരുന്ന ഉദ്യോഗസ്ഥന് ഇത് പോലീസിന്റെ വാഹനമാണെന്നും ആ വാഹനത്തിന്റെ ഉടമ സംസ്ഥാന പോലീസ് മേധാവിയാണ് എന്നും കാണാൻ സാധിക്കും. എന്നിട്ടും ഇടുക്കി RTO DGPയുടെ മേൽവിലാസത്തിൽ തന്നെ ആ ഫൈൻ നോട്ടീസ് അടച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. എന്തായാലും ഈ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നത് ഗൺമാൻ അനിൽകുമാറാണ്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ഗൺമാൻ അനിൽകുമാർ. അതുകൊണ്ട് ആ കേസിൽ പോലും ഇതുവരെ നിയമത്തിന് വഴങ്ങാൻ മുഖ്യമന്ത്രി ഗൺമാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് 500 രൂപയുടെ പെറ്റിയെങ്കിലും അടയ്ക്കാൻ മുഖ്യമന്ത്രിയും ഗൺമാനും തയ്യാറാകുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടത്. ശരി അരുൺ. ഇനി അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി. നിനക്കെന്താ സംഭവിക്കാതെ? ഇതിനു നീ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആയിക്കോട്ടെ, തൽക്കാലം ഈ അയ്യപ്പൻ കോശി സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത സീസൺ നമ്മൾ തമ്മിലാവാം. തനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ. നിനക്കും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.